ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. പ്രിയപ്പെട്ടവരെ, പാലിയേക്കരയിലെ ടോൾ പിരിവ് ഇന്ന് പുനരാരംഭിക്കില്ല. അനുമതി കാര്യത്തിൽ വ്യാഴാഴ്ച തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി. മുരിങ്ങൂരിൽ സർവീസ് റോഡ് തകർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഹൈക്കോടതി തീരുമാനമെടുക്കും. പൊതുജനം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ശ്യാം ദേവരാജും ജെയ്സൺ ചാമോളപ്പുറം ചേരുന്നു. ആദ്യം ശ്യാമിലേക്ക്. ശ്യാം, ഇന്ന് ഉത്തരവ് നൽകുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഹൈക്കോടതി പൊതുജനങ്ങളുടെ താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് വ്യാഴാഴ്ച വരെ അത് നീട്ടിവെക്കുകയാണ്. എന്താണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവിൽ പറയുന്നത്? ശ്യാം. ഡോക്ടറിന് ഏറ്റവും സുപ്രധാനമായ കാര്യം, കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയത് ടോൾ പിരിവിന് ഇന്ന് അനുമതി നൽകും എന്ന കാര്യമാണ്. മാത്രമല്ല, അത് കർശന ഉപാധികളോടെ ആയിരിക്കും. ആ നിബന്ധനകൾ ഇന്ന് തീരുമാനിക്കുമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. പക്ഷേ ഇന്ന് ഹർജി പരിഗണിക്കുമ്പോഴാണ് മുരിങ്ങൂരിൽ സർവീസ് റോഡ് തകർന്നു എന്ന കാര്യം ജില്ലാ കളക്ടർ ഹൈക്കോടതി അറിയിച്ചത്. അത് നേരത്തെ തന്നെ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ച് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം വരികയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഈ ടോൾ പിരിവ് മരവിപ്പിച്ച നടപടി നീട്ടിയത്. അത് വ്യാഴാഴ്ച വരെയാണ് നീട്ടിയത്. 3 ദിവസവും കൂടി ഈ വിലക്ക് തുടരും. വ്യാഴാഴ്ച ഇക്കാര്യത്തിൽ ടോൾ പിരിവ് പുനരാരംഭിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. ഇതിൽ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഇന്ന് ദേശീയപാത അതോറിറ്റിക്കെതിരെ ഉന്നയിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് സർവീസ് റോഡ് തകർന്നതെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ചോദ്യം. ഒപ്പം പൊതുജനം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരരുത് എന്ന കാര്യവും കൂടി ഹൈക്കോടതി വിമർശനമായി തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മുരിങ്ങൂരിൽ സർവീസ് റോഡ് തകർന്നുവെന്ന് ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. വാർത്തയാണ് ജെയ്സനാണ് പണി ഒപ്പിച്ചത്. ജെയ്സൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ, എന്തായാലും ആ വാർത്തയും ഫലം കണ്ടിരിക്കുന്നു. തുടർച്ചയായിട്ട് കൈയടി കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഹൈക്കോടതിക്ക് ഈ വിഷയത്തിൽ. എനിക്കൊന്ന് പൊതുജനങ്ങൾ എഴുന്നേറ്റ് കൈയടിക്കും. നമ്മളിന്ന് വിചാരിച്ചത് പാതിയെങ്കിലും നിരക്കിൽ ഇന്ന് ഹൈക്കോടതി ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ഉത്തരവിടുമെന്നാണ്. പക്ഷേ ജെയ്സൺ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജെയ്സൺ റിപ്പോർട്ട് ചെയ്ത ആ സർവീസ് റോഡാണ് ഇപ്പോൾ പാരയായി തീർന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സന്തോഷകരമായ കാര്യം, വ്യാഴാഴ്ച വരെ ടോൾ ഇല്ല. അപ്പോൾ അവിടെ കമ്പനി അധികാരികളൊക്കെ നേരത്തെ എത്തിയിരുന്നോ ഇന്നിപ്പോൾ ഉത്തരവ് വന്നാലുടൻ പിരിക്കാൻ വേണ്ടി? അരുൺകുമാർ, ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. ദേശീയപാത അതോറിറ്റിയും നിർമ്മാണം നടത്തുന്ന കമ്പനിയും ടോൾ കമ്പനിയും പറഞ്ഞ കള്ളങ്ങളെല്ലാം തള്ളിക്കളയുന്ന ഒരു ഉത്തരവാണ്, സത്യത്തിൽ ഒരു നടപടിയാണെന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. യാതൊരു പ്രശ്നവുമില്ല, യാതൊരു പ്രശ്നവും ഈ സർവീസ് റോഡുകൾക്കില്ല എന്നതാണ് ഈ ഹൈക്കോടതിയിലോട് സമർപ്പിച്ചിരിക്കുന്നത്. അതിന് വിരുദ്ധമായാണ് ജില്ലാ കളക്ടർ സമർപ്പിച്ചത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാനാകും, നിർമ്മാണത്തിലെ അപാകതകൾ വലിയ തോതിലുണ്ട്. അല്ലെങ്കിൽ ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് സൈഡ് ഇടിഞ്ഞു പോകുമോ? ഇത് ദേശീയപാതയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇടവഴികളൊന്നുമല്ല പണിയുന്നത്. നിരവധി വാഹനങ്ങൾ, ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ദിവസം കടന്നു പോകുന്ന ഒരു ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിയുക എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെയാണ് ഇവർ നിർമ്മാണം നടത്തുന്നത്? അത് തന്നെയാണ് ഹൈക്കോടതി പറയുന്നത്. ഞാൻ ഹൈക്കോടതിയുടെ നടപടികൾ നിരീക്ഷിക്കുകയായിരുന്നു. ഹൈക്കോടതി പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ ഉത്തരവ് എഴുതിക്കൊണ്ടുവന്നിരുന്നു, പക്ഷേ ഇന്ന് അത് റിലീസ് ചെയ്യുന്നില്ല, ഇന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിക്ക് സംശയങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഹൈക്കോടതിക്ക് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ കൂടി ദൂരീകരിച്ചതിന് ശേഷം മാത്രമേ ഒരു ഉത്തരവ് പറയൂ എന്ന് ഉറപ്പിച്ച് പറയാണ് ഹൈക്കോടതി. ജനങ്ങളെ പറ്റിക്കേണ്ട, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട, നിങ്ങൾ കൃത്യമായി പണിയെടുക്കൂ, പണിയെടുത്തതിന് ശേഷം ആളുകളിൽ നിന്ന് പണം വാങ്ങൂ. പരാതിക്കാരൻ നമ്മോടൊപ്പം വീണ്ടും രാവിലെ ചേർന്നൊരു പകുതി എന്ന ഒരു ആശയം നമ്മൾ രാവിലെ മുന്നോട്ട് വെച്ചിരുന്നു. ടോൾ ഈ അടിപ്പാത നിർമ്മാണം പൂർത്തിയാവുന്നവരെ പകുതി പൈസ പിരിച്ചോട്ടെ, മുഴുവൻ പിരിക്കാൻ ഇവർ സർവീസ് തരുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഇവർ മുഴുവൻ പിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഇവർക്ക് പകുതിക്ക് അർഹതയുള്ളൂ. എന്താ കാരണം, തൃശ്ശൂരിന് എറണാകുളം വരെ പോകാനുള്ള സമയം ഇപ്പോൾ ഒരുപാട് സമയമാണ് എടുക്കുന്നത്. ഇപ്പം 4 വെഹിക്കുലർ അണ്ടർ പാസേജിന്റെ പണി തുടങ്ങിയിട്ട് ഈ അവസ്ഥയാണ്. കൊരട്ടി 5ാമത്തെ വെഹിക്കുലർ അണ്ടർ പാസേജിന്റെ പണി തുടങ്ങി കഴിഞ്ഞാൽ ഇതിനേക്കാളും ഗതാഗത കുരുക്കുണ്ടാവും. മാത്രമല്ല, ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ ഒരു സുരക്ഷാ മാനദണ്ഡം പാലിച്ചിട്ടല്ല പണിയാണ്. അതുകൊണ്ടല്ല മുരിങ്ങൂര് ഇത്രയും വലിയ ഗർത്തമുണ്ടായത്. അതും വലിയ ടണ്ണേജുള്ള വണ്ടി പോകുന്നു. അതുകൊണ്ട് കോടതി പറഞ്ഞത്, ജനങ്ങളുടെയും കോടതിയിലെ കണ്ണിൽ പൊടിയിടുന്ന തട്ടിക്കൂട്ട് പണി നടക്കില്ല എന്നുള്ള മെസ്സേജാണ് ഇന്ന് കോടതി കൊടുത്തിട്ടുള്ളത്. ശരി, അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. വ്യാഴാഴ്ച വരെ ടോൾ വിലക്ക് തുടരും.